ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം 46-ാമത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. യാവാനർത്ഥ ഉദപാനേ സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണ്യസ്യ വിജാനത. എങ്ങും നിറഞ്ഞ വെള്ളത്തിൽ കുടിവെള്ളമിതെന്ന പോൽ കരുതും ബ്രഹ്മതത്വത്തെ ബ്രഹ്മമാർഗം ചരിപ്പവൻ. സർവതഃ സംപ്ലുതോദകേ ഉദപാനേ യാവാൻ അർത്ഥഃ വിജാനതഃ ബ്രാഹ്മണസ്യ സർവേഷു വേദേഷു താവാൻ അർത്ഥഃ. അതായത് എല്ലാ സ്ഥലത്തും ജലം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൽ കുളം എവിടെ, കിണറെവിടെ, സാധാരണ നമ്മൾ കുടിക്കാനുള്ള വെള്ളങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജലാശയങ്ങൾ, കുളം, കിണർ, ചെറിയ ജലാശയങ്ങളൊക്കെ എവിടെയെന്ന് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, കാരണം സർവത്ര വെള്ളമാണ്. അതേപോലെ തന്നെ ബ്രഹ്മജ്ഞാനിക്ക് എല്ലാ വേദങ്ങളും അറിയാം. അപ്പം പിന്നെ ഈ വേദങ്ങൾ മാത്രം പഠിക്കേണ്ട ആവശ്യം ഇല്ല. അതിൽ എല്ലാം പഠിച്ച് അറിവ് നേടിക്കഴിഞ്ഞവരാണ്, ആത്മസാക്ഷാത്കാരം നേടിയവരാണ് ബ്രഹ്മജ്ഞാനികൾ. ഒരു ഉദാഹരണം പോലെ പറയുകയാണ്. അപ്പോൾ അതായത് നമ്മൾക്ക് എപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുടിക്കാനൊക്കെ ഉള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നതാണ് കുളവും കിണറും ഒക്കെ അല്ലേ. നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവാം, കുളം ഉണ്ടാവാം, കിണറുണ്ടാവാം. പക്ഷേ ഇവിടെ പറയണത് ചുറ്റും വെള്ളമാണ്, നമ്മുടെ ചുറ്റും വെള്ളമാണ്, മുഴുവനായിട്ടും വെള്ളമാണെന്ന് സങ്കല്പിക്കുക കേട്ടോ. കഥയിൽ ചോദ്യമില്ല, അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് ചോദിച്ചാൽ ഉത്തരമില്ല. പ്രളയം വന്നെങ്കിൽ ചിലപ്പോൾ സംഭവിക്കും. പക്ഷേ അത് അപ്പോഴും ലോകം മുഴുവനും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും വെള്ളം നിറയുമോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരവൊന്നുമില്ല. അങ്ങനെയാണെന്ന് ജസ്റ്റ് സങ്കല്പിക്കുക. അത് നല്ല വെള്ളമാണ്. കുളത്തിൽ നിന്ന് അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് നമ്മൾ കുടിക്കാൻ കുക്കിംഗ് ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുന്ന വെള്ളത്തിൻ്റെ അതേപോലെ ഉള്ള നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ നിന്നൊരു ആവശ്യമുള്ള അത്ര എടുക്കുക എന്നല്ലാതെ നമ്മളുടെ കിണറെവിടെയായിരുന്നു, നമ്മുടെ കുളം എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എല്ലാ സ്ഥലത്തും തന്നെ വെള്ളമുണ്ട്. അതേപോലെ തന്നെയാണ് ആത്മജ്ഞാനം നേടിയ ആൾക്കാർ പരിപൂർണത അനുഭവിക്കുകയാണ് അവിടെ. അപ്പോൾ അവർക്ക് വീണ്ടും വേദങ്ങൾ എവിടെയെന്ന് ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇവിടെ അതേപോലെ തന്നെ, അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്, കർമ്മകാണ്ഡം ആണ് അല്ലേ, വേദത്തിലെ കർമ്മകാണ്ഡങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ആ കർമ്മകാണ്ഡങ്ങൾ കുറേ വാഗ്ദാനങ്ങൾ തരും, നല്ലതും ചീത്തയും എല്ലാം വരാം അല്ലേ. അതൊന്നും ബ്രഹ്മജ്ഞാനിയെ ഒന്നും ഏശില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം അവരെല്ലാം നേടിക്കഴിഞ്ഞു, സ്വായത്തമാക്കി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഈ ജലാശയത്തിൻ്റെ നടുക്ക് കുളം എവിടെ, കിണറെവിടെ എന്ന് അന്വേഷിക്കേണ്ട എന്നുള്ളതുപോലെ തന്നെ ഈ വേദങ്ങളെ മാത്രം അന്വേഷിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഈ കർമ്മങ്ങളുടെ ഫലമൊക്കെ എപ്പോഴും നമ്മൾക്ക് നശ്വരങ്ങളാണ്. സുഖങ്ങളും എല്ലാം അപൂർണങ്ങളുമാണ്, നശ്വരങ്ങളുമാണ്. പക്ഷേ ആത്മാനുഭൂതി നേടിയിട്ടുള്ളതാണെങ്കിൽ അതെല്ലാം തിരിച്ചാണ്, ശാശ്വതമാണ്, പൂർണ്ണമാണ്. അതുകൊണ്ട് ഒരു ജ്ഞാനി വൈദിക കർമ്മങ്ങളെ മാത്രമായിട്ട് ആശ്രയിക്കില്ല. എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന വെള്ളം എന്ന് പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും നിറഞ്ഞ് എല്ലാമാണ് പരമ്പൊരുൾ, എല്ലാമാണ്. അങ്ങനെ ആ പരമ്പൊരുളിനെ സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ പരിപൂർണത അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് മറ്റ് വൈദിക കർമ്മങ്ങളിൽ നിന്നുള്ള സുഖവും ദുഃഖവും ഒന്നും അതിലൊന്നും ഒരു താല്പര്യവും ഉണ്ടാവില്ല. അങ്ങനെ വേദങ്ങളും ചൂണ്ടിക്കാട്ടുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള ജ്ഞാനാണ്. അത് തന്നെയാണ് ആത്മസ്വരൂപം. അത് നേടാനുള്ള മാർഗമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. അതായത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ ക്ലാസ്സിൽ നിന്ന് നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്നു, വേർഡ്സ് പഠിക്കുന്നു, സെൻറ്റൻസ് പഠിക്കുന്നു. പിന്നീട് ഇങ്ങനെ ലെസൺസ് അങ്ങനെ നമ്മളുടെ തോത് അല്ലെങ്കിൽ നമ്മളുടെ പഠിത്തത്തിൻ്റെ ലെവല് കുറച്ചും കൂടെ ഉയരങ്ങളിലേക്ക് പോകുന്നു. അവസാനം നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. ഇനി നമ്മൾ 47-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് 2-ാം അധ്യായത്തിലെ. നമ്മളെല്ലാവരും എന്നും തന്നെ ചുണ്ടുകൊണ്ട് ചൊല്ലി നടക്കുന്ന ഒരു വരിയെങ്കിലും, ആദ്യത്തെ വരിയെങ്കിലും എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ചൊല്ലാം. കർമ്മണ്യേ വ്യാധികാരസ്തേ മാ ഫലേഷു കഥാചന
കർമ്മഫലഹേതു ഭൂഹു മാതേ സംഗോസ്തു കർമ്മണി. ഫലത്തിൽ കൊതിയില്ലാതെ കർമ്മം ചെയ്യേണ്ടതാണു നീ. ചെയ്യലാ ഫലമുദ്ദേശിച്ചൊന്നും ചെയ്യാതിരിക്കലാ. കർമ്മണിയേവ തേ അധികാരഃ. കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ. കഥാചന ഫലേഷു മാ കർമ്മഫലഹേതു മാ ഭൂഹു അകർമ്മണി തേ സംഗഃ മാ അസ്തു. ഫലാസക്തി ഒരിക്കലും പാടില്ല. ഫലം കിട്ടണം, എനിക്ക് ഇന്ന ഫലം കിട്ടണം എന്ന ആശയോടെ കർമ്മം ചെയ്യുന്നവരായിരിക്കരുത്. ഇനി കർമ്മം ചെയ്യാതിരുന്നാലോ, എന്നാൽ പിന്നെ സുഖമല്ലേ, കർമ്മം ചെയ്യാതിരിക്കാലോ, അതും പാടില്ല. അങ്ങനെ കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യവും നീ ചെയ്യരുത്. എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടും ഇരിക്കണം. പക്ഷേ അതിൻ്റെ ഫലം തന്നെ വന്നുകൊള്ളും, നീ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്നാണ്. ഭഗവത്ഗീതയുടെ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. അതായത് ഒരു ആത്മജ്ഞാനി എപ്പോഴും സന്തോഷം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേദങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ലല്ലോ, അയാൾക്കില്ലല്ലോ. സന്യാസയോഗം മാത്രം പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു മെത്തേഡ് കൂടെയാണല്ലോ അങ്ങോട്ട് എത്തുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് കർമ്മം ചെയ്യാനുള്ള അധികാരം മാത്രമുണ്ട്. അതിൻ്റെ ഫലത്തെക്കുറിച്ച് നീ ചിന്തിക്കാനേ പാടില്ല. കാരണം അതിൻ്റെ ഫലം എന്ന് പറയുന്നത് പല പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മളങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ആ ഫലം അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ നമുക്ക് വരും. അപ്പോൾ നമുക്ക് എനിക്കൊരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കർമ്മഫലം, എനിക്ക് ഇന്നത് കിട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യുന്നു. കർമ്മം ചെയ്തോളൂ, പക്ഷേ ഫലം വരുന്നത് മേ ബി ചിലപ്പോൾ അനുകൂലമായിരിക്കും, ചിലപ്പോൾ അങ്ങനെ വന്നോളണമെന്നില്ല. അത് എന്ത് തന്നെ ആയാലും, അത് ഏത് തരത്തിലുള്ള ഫലമാണെങ്കിലും അത് നമ്മൾ സഹിച്ചേ പറ്റൂ. നമ്മളത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ഉൾക്കൊള്ളണം. ഇപ്പോൾ നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഒരാൾ വീട് വയ്ക്കുകയാണ്, ഒരു പ്ലാനിങ്ങും ഇല്ല, ഒരു എന്തൊക്കെയോ എവിടേക്കോ, അതായത് റൂം എവിടെ, ബാത്റൂം എവിടെ, കിച്ചൺ എവിടെ, ഇതൊന്നും നോക്കാണ്ട് സ്ക്വയറാണോ വേണ്ടത്, റെക്റ്റാങ്കിളാണോ, ഇനി വട്ടത്തിലാക്കണോ, ഇതൊന്നും ചിന്തിക്കുന്നില്ല. കുറേ മണ്ണും കല്ലും കട്ടയും കൂടെ അവിടെയും ഇവിടെയൊക്കെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ അതൊരു വീടാവില്ലല്ലോ. പക്ഷേ അയാൾക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്, അതിനായിട്ട് പരിശ്രമിക്കണം എന്നും ആഗ്രഹമുണ്ട്. പരിശ്രമിച്ചാൽ പോലും കർമ്മം ചെയ്തോട്ടെ, അയാൾ പരിശ്രമിക്കട്ടെ. പക്ഷേ ചിലപ്പോൾ വീട് മുഴുവനാക്കാൻ പറ്റിയില്ല എന്ന് വരും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാൾ നമ്മളൊരു ഇത്ര ലക്ഷത്തിന് വീട് തീരുമെന്ന് വിചാരിച്ചാൽ അതിനേക്കാൾ ഉപരി വന്നു എന്ന് വരും. അതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പണിത് കഴിഞ്ഞിട്ട് 30 ലക്ഷത്തിന് വരെ 60 ലക്ഷം കോൺട്രാക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വെച്ചതാണ്. അപ്പം അതേപോലെ തന്നെ ഒരു കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ, ജോലി കിട്ടണം, ഇതൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാലോ, എനിക്ക് ജോലി കിട്ടിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ, അതെല്ലാം ചെയ്യാൻ, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവിടെ പോകണം, ഫോറിനിൽ പോകണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിക്കും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കർമ്മം ചെയ്യുകയാണ്, പഠിക്കുകയാണ്. പക്ഷേ എല്ലാം നടന്നോളണമെന്നുണ്ടോ? ഇല്ല. എന്തിനാ, വെറുതെ ഒരു ഉദാഹരണം. നല്ല റാങ്ക് കിട്ടണ, നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ്, എല്ലാം പഠിച്ചു, പെർഫെക്റ്റായി, ഇനി ഒന്നും വേണ്ട, നാളെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുകയേ വേണ്ടു. നാളെ രാവിലെ ഒരു തലവേദന വന്നു, ഒരു വയറുവേദന വന്നു, പരീക്ഷയ്ക്ക് പോകാൻ പറ്റിയില്ല, തീർന്നോ? തൽക്കാലം ആ കുട്ടിയുടെ റിസൾട്ടിനെ അത് ബാധിക്കും, മാനസികമായിട്ടുള്ള വിഷമവും വരും. അത്രയേ ഉള്ളൂ. അത് ഫലം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. എഴുതി കഴിഞ്ഞാൽ തന്നെ ഞാൻ IAS ടോപ്പറാവും, അല്ലെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഞാൻ തന്നെയായിരിക്കും ഫസ്റ്റ് റാങ്ക് നിശ്ചയിക്കാൻ നമ്മളാരാണ്? ആരുമല്ല. എല്ലാം ആരാണ് നിശ്ചയിക്കുന്നത്? ഭഗവാനാണ് നിശ്ചയിക്കുന്നത്. നമ്മൾ ഈ കൃഷിയൊക്കെ ഇറക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? വയനാട്ടിലൊക്കെ സ്ഥിരമായിട്ടുള്ളതാണ്. മൈസൂർ സൈഡിൽ പോയിട്ട് ഇഞ്ചി കൃഷി ചെയ്യും. എല്ലാവരും ഇങ്ങനെ പറയും, അയാൾ ഇഞ്ചി കൃഷി ചെയ്തിട്ട് കോടീശ്വരനായിട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ ചില ആൾക്കാർ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വേഗം പോട്ടെ, ഞാനും കുറച്ച് സ്ഥലമൊക്കെ എടുത്തിട്ട് വാടകയ്ക്ക് എടുത്ത് കുറച്ച് ഇഞ്ചി കൃഷി ചെയ്യട്ടെ എന്ന് അങ്ങനെ ചെയ്യും. ചെയ്തു കഴിഞ്ഞാലോ അതിൻ്റെ ഫലം എടുക്കേണ്ട മാസങ്ങൾ വരുമ്പോൾ ചിലപ്പം ഒരു വിലയുണ്ടാവില്ല ഇഞ്ചിക്ക്. അങ്ങനെ ചാക്ക് കണക്കിന്, ലോഡ് കണക്കിന് ലോറിയിൽ കൊണ്ടുവന്ന് ദേഷ്യം കൊണ്ട് അവർ വഴി നീളെ റോഡ് സൈഡിൽ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് പോകും. ചാക്ക് കൊണ്ട് കൊട്ടി 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 പോകും. കാരണം എന്താ വെച്ചാൽ മുഴുവൻ നഷ്ടമാണ്, എങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്രയോ ലക്ഷം രൂപ ഇറക്കിയിട്ടാണ് അത് ചെയ്യുക. പക്ഷേ നമുക്ക് ഫലം വരുമ്പോഴോ ഒന്നും കിട്ടിയെന്ന് വരില്ല. നേരെ തിരിച്ചും വരാം. നമ്മളിതുപോലെ കൃഷി ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എത്രയോ ലോട്ടറി അടിച്ച പോലെ എത്രയോ വില കൂടിയിട്ട് അങ്ങനെയും വരാം. ഇതൊന്നും നമ്മൾ നിശ്ചയിക്കുന്നതല്ല എന്ന് വിചാരിച്ച് നമ്മൾ നഷ്ടം വരും എന്ന് വിചാരിച്ച് കൃഷി ഇറക്കാതിരിക്കുമോ? ഇല്ല. ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് കൃഷി ഇറക്കിയാലോ ചിലപ്പോൾ നഷ്ടം വരും. നഷ്ടം വരും എന്ന് വിചാരിച്ച് കൃഷി ഇറക്കിയാലോ ചിലപ്പോൾ ലാഭവും വരും. അതേപോലെ തന്നെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക,
അതിൻ്റെ ഫലം അനുകൂലമോ പ്രതികൂലമോ എന്തോ ആയിക്കോട്ടെ, ഞാൻ ചെയ്യുന്നു, ഞാൻ ഭഗവാനിൽ അർപ്പിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളങ്ങനെ ഭഗവാനിൽ അർപ്പിച്ച് കാര്യങ്ങൾ ചെയ്താൽ അത് ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്യും, അതിൻ്റേതായിട്ടുള്ളൊരു നല്ല ഫലം നമുക്ക് തരുകയും ചെയ്യും. അതാണ് നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചില കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കി നല്ല വൃത്തിക്ക്, മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ കാര്യം എന്താണെന്ന് അറിഞ്ഞ് പഠിക്കും കേട്ടോ. മറ്റ് ചിലർ വെറുതെ ഇങ്ങനെ തത്ത പറയുന്ന മാതിരി ഇപ്പോൾ ഒരു ഡെഫിനിഷനൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ അത് കാണാതെ പറയിപ്പിക്കും. ചില ആൾക്കാർ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് എടുക്കുമ്പോഴേക്കും അതെല്ലാം പഠിച്ച് പറയും. നാളെ ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. മറ്റു ചിലർ ചിലപ്പോൾ 10 പ്രാവശ്യം വായിച്ചിട്ടായിരിക്കും അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ ആദ്യത്തെ ദിവസം മറ്റു കുട്ടികളുടെ മുന്നിൽ മോശക്കാരനായി. കാരണം ഒരാൾ 1 മിനിറ്റ് കൊണ്ട് പറയണു, മറ്റേ കുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല ടീച്ചറുടെ മുന്നിൽ, എത്ര പഠിച്ചിട്ടും ആവുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം നേരെ തിരിഞ്ഞു, ഈ കുട്ടിക്ക് ഓർമ്മയില്ല, പെട്ടെന്ന് പഠിച്ച് പറഞ്ഞവനൊന്നും ഓർമ്മയില്ല, മറ്റേ കുട്ടിക്കെല്ലാം ഓർമ്മയുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്തും ചെയ്യുമ്പോൾ നമ്മളതിനെപ്പറ്റി ഫലത്തിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. അപ്പോൾ അതിന് നമ്മൾക്കിപ്പോൾ ഒരു റിസൾട്ട് വന്നു, റാങ്ക് കിട്ടി, എന്താണ് അന്നത്തെ സന്തോഷമല്ലേ? ചിലപ്പോൾ ഒരു 2 ദിവസം കൂടെ നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞാലോ അതിനെപ്പറ്റി ആരെങ്കിലും ചിന്തിക്കുമോ? അതിനെപ്പറ്റി നമ്മൾ മറന്നു പോകും. കാരണം എന്താ വെച്ചാൽ അന്ന് അത് പ്രാധാന്യപ്പെട്ടതായിരുന്നു, നമുക്ക് കിട്ടി. അപ്പം നമ്മൾ പക്ഷെ മനസ്സിലാക്കിയിട്ട് നേറിയിട്ടുള്ള ഒരു അറിവാണെങ്കിൽ നമുക്ക് 4 ആൾക്കത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. എത്ര പേർക്ക് പറഞ്ഞു കൊടുക്കുന്നു അത്രയും നമുക്കും അത് ഹൃദയസ്ഥാവും, പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്കും ഒരു സംതൃപ്തി കിട്ടും. ഇത് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ഈശ്വരാർപ്പണമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടും. അപ്പോൾ ചെറിയൊരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾക്ക് എന്തിനാണ് കർമ്മം ചെയ്യണം? കർമ്മം ചെയ്താൽ ഫലം കിട്ടില്ല എന്ന് പറയുന്നുണ്ട്, പ്രതികൂലമാവുന്നു അനുകൂലമാവുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കർമ്മം ചെയ്യണോ എന്ന് ചോദിച്ചാൽ അലസനായിട്ട് ഒരിക്കലും ഇരിക്കരുത്. കാരണം അലസനായിട്ട് ഇരിക്കുമ്പോഴും നിങ്ങളുടെ ചിന്ത അവിടെ ഉണ്ട്. മാത്രമല്ല ഇതെല്ലാം തമോ ഗുണത്തിൻ്റെ ലക്ഷണമാണ്. ഒരു കർമ്മവും ചെയ്യാതിരിക്കുക എന്ന് പറയണത് വെറുതെ അലസമായിട്ട് സമയം കളയുക എന്നുള്ള ഒരു തമോ ഗുണത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുക, ആ കർമ്മത്തിൽ ആനന്ദം കണ്ടെത്തുക. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വയസ്സായില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉമ്മറത്തിങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല, നടക്കില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നടക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഇരുന്നാലോ നമുക്ക് വേഗം വയസ്സ് കൂടി വരികയും ചെയ്യും. ഇപ്പം ഇങ്ങനെ ഓരോന്നിലും നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വയസ്സ് 10 കുറയും. അപ്പോൾ എല്ലാവരും പറയും, അയ്യോ നിങ്ങളെങ്ങനെ എപ്പോഴും ജോലി ചെയ്തുകൊണ്ട് ഈ 24 hours ഉറങ്ങുന്ന സമയം ഒഴികെ ബാക്കി സമയം മുഴുവൻ കർമ്മങ്ങൾ ചെയ്യുകയാണല്ലോ. നമുക്കതിനുള്ള ഒരു ഉണർവ് ദൈവം തരുന്നു, അപ്പോൾ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ വെറുതെ ഇരുന്നാലും നമുക്ക് മനസ്സമാധാനമൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു ശ്ലോകം നമുക്ക് കുറേ തത്വങ്ങളാണ് തരുന്നത്. ഒന്ന്, അർജുനനോട് കർമ്മം ചെയ്യൂ എന്ന് പറയല്ലേ ചെയ്യുന്നത്. അപ്പം നീ വന്നേക്കുന്നത് എന്തിനാണ്? പടപൊരുതാനാണ് നീ വന്നേക്കണത്. അപ്പം നീ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യണം. നിൻ്റെ സർവ്വ കഴിവുകളും എടുത്തിട്ട് ആ കർമ്മം ചെയ്യൂ. കാരണം നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടാവണമല്ലോ. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യൂ. ഫലം എന്തോ ആയിക്കോട്ടെ, അതിനെപ്പറ്റി നീ ചിന്തിക്കേണ്ട. നമുക്ക് തരുന്ന ഉപദേശം 4 നിർദ്ദേശങ്ങളാണ് തരുന്നത് ഒരു കർമ്മയോഗിക്ക് വേണ്ടത്. ഒന്ന്, ശ്രദ്ധ മുഴുവനും കർമ്മത്തിലായിരിക്കണം. രണ്ടാമത്തത്, അതിൻ്റെ ഫലത്തെക്കുറിച്ച് നീ ഒരിക്കലും ഉത്കണ്ഠപ്പെടരുത്. ഒരു നിശ്ചിത ഫലം കിട്ടണം എന്ന് വിചാരിച്ച് കർമ്മം ചെയ്യരുത്. ഇനി കർമ്മം ചെയ്യാതിരിക്കാനും പാടില്ല. അപ്പോൾ ഇതെല്ലാം അർജുനന് കൊടുക്കുന്ന ഉപദേശമാണെങ്കിൽ പോലും നമ്മൾക്കും കൂടെ തരുന്ന ഒരു ഉപദേശമാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കർമ്മയോഗി കർമ്മത്തിന് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കില്ല. എൻ്റെ കർമ്മം ഞാൻ വളരെ ആത്മാർത്ഥതയോടെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് മഹൽ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു, അയാൾക്ക് ആനന്ദം കിട്ടുന്നു, സംതൃപ്തി കിട്ടുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം ലക്ഷ്യമല്ല ഒരിക്കലും, അതൊരു മാർഗം മാത്രമാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ആത്മസാക്ഷാത്കാരമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ അർപ്പണഭാവത്തോടുകൂടി യുദ്ധം ചെയ്യൂ. നിൻ്റെ കർമ്മം എന്താണോ അത് നീ അനുഷ്ഠിക്കുക തന്നെ വേണം, ആത്മാർത്ഥമായിട്ട് അനുഷ്ഠിക്കണം. അതിന് എന്താണ് ഫലം എന്നുള്ളത് നീ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല അർജുന എന്ന് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഇനി നമുക്ക് 48ാമത്തെ ശ്ലോകമാണ് അടുത്ത ദിവസം ചൊല്ലാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിദ്ധമുദ്ധാപിത പത്മയോനി
അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയ വാസ വിഷ്ണു.